ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളുടെയും അതുപോലെ മുതിർന്നവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിസയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ നമ്മൾ പുറത്ത് പോയിട്ടാണ് പിസ കഴിക്കാറ്. അപ്പോൾ ഈ ഒരു പിസ നമുക്ക് ഇങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ഒന്ന് പറയുകയാണ്, ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ലെങ്തിയാണ്, കാരണം പിസ സോസും പിസ ബേസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ പിസ ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത പീസസ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് സോസുകൾ ചേർക്കാം. അതായത് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ്, ചില്ലി സോസ് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചില്ലി സോസ് കൂടി ചേർത്തോളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറിഗാനോ നമുക്ക് നിർബന്ധമാണ് പിസ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിസ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതായാലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. നമ്മൾ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഇതിനേക്കുള്ള മാവ്, അതായത് പിസ ബേസിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ, ഏകദേശം 1.5 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം ഷുഗർ, പഞ്ചസാര ഇട്ടിട്ട് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് കൂടിപ്പോകാൻ പാടില്ല, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ നല്ല പതഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈസ്റ്റ് ശരിയായിട്ടില്ല, അതായത് ഒന്നുകിൽ പഴകിയ ഈസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ശരിയാവാത്ത ഈസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ നല്ല ബ്രാൻഡഡ് ഈസ്റ്റ് തന്നെ എടുക്കുക ഇതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പിസ ബേസ് ഒന്നും ശരിയായിട്ട് വരില്ല, വെറുതെ ഈസ്റ്റ് നമ്മുടെ വയറ്റിലെത്തുന്നതെന്ന് മാത്രമേ ഉണ്ടാവൂ. ഇനി നമുക്ക് ഒരു 3 കപ്പ് മൈദ ഞാൻ വലിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ വെച്ച് ഇളക്കുന്നതിന് നല്ലത് ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നീട് കുഴച്ചെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര ഒരു തിക്നെസ്സിലല്ല, അത്രയും കട്ടിയിൽ വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുകയാണെങ്കിൽ അതായാലും മതി. ഇനി നമുക്ക് ആ ഒരു ബൗളിൻ്റെ സൈഡിലൊക്കെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് മാവിൻ്റെ മുകളിലും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ പിസയിലേക്കുള്ള പിസ സോസ് തയ്യാറാക്കുകയാണ്. ഇതുപോലെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ സൈസ് 6-7 തക്കാളി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തു, പിന്നെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി കൊടുക്കണം. തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പിസ സോസ് നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 12 അല്ലി, ഏകദേശം ഒരു 12 അല്ലി ഉണ്ടാവും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു സവാള ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്തു. അതും ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും.
ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരണം, ഒരു സോസിൻ്റെ പരുവത്തിൽ വരണം. അപ്പോൾ ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് നമുക്ക് പുറത്തേക്കൊക്കെ തെറിക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അതിന് മുമ്പായിട്ട് കുറച്ച് ഒറിഗാനോ, ഏകദേശം 1 ടീസ്പൂണോ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ ഒരുപാട് നേരം ഇട്ടിട്ട് ഡ്രൈ ആക്കി നമുക്ക് നല്ല ഹാർഡായി പോകും. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്താൽ ഇത് ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുപോലെ കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഒരു ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കനും മാറ്റി വെച്ചു. ആ ഒരു സമയം നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ, നല്ല പോലെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ മൈദമാവോ തൂകിയിട്ട് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി നല്ല ബോളാക്കി മാറ്റണം. അപ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഒന്നുകിൽ ഓയിൽ കയ്യിൽ തേക്കുക, അല്ലെങ്കിൽ കുറച്ച് മൈദമാവ് ഒന്ന് ഡസ്റ്റ് ചെയ്താലും മതിയാവും. ഇനി ഇതിനെ ഒരു 4 ഭാഗമാക്കി, ഞാനിപ്പോൾ 4 പിസയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം 4 ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പിസയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം 4/1 ഭാഗം എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അതുപോലെ ഞാൻ ഓവണിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്, OTG ഓവണിൽ. അപ്പോൾ നിങ്ങൾ ഓവണൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട. കാരണം ഓവൺ ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ സോസ് പാനിൽ ചെയ്യാം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അടിയിൽ ഉപ്പ് വെച്ചിട്ട്, പാത്രത്തിൻ്റെ അടിയിൽ ഉപ്പ് വെച്ചിട്ട്, ആ ഒരു രീതിയിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സോസ് പാനിൽ ഡയറക്റ്റ് ആദ്യം ഒന്ന് പിസ്സ ബേസ് വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ബേസ് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാനിലാണ് ഇട്ടിട്ടുള്ളത്. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് പരത്തിയെടുത്തു. പിന്നെ ഒരു ചെറിയ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തത് അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബേക്കായി വരുമ്പോൾ. ഇനി അടുത്തത് ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. ഇതുപോലെ തന്നെ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത് ഓവണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓവണിൽ ഏകദേശം ഈ ഒരു മോഡ് 2 സൈഡും കോയിൽ ചൂടാകുന്ന മോഡിലും, അതുപോലെ ആദ്യം പ്രീഹീറ്റ് ചെയ്യുമ്പോൾ 230-ലാണ് വെച്ചിരുന്നത്, ഇപ്പോൾ 180-ലാണ് നമ്മുടെ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈമിങ് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നേക്കാളും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കുറേ സമയം കുക്കായി വരാനായിട്ട് എടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചീസാണ് വേണ്ടത്, പിസ്സ ചീസ്, അത് മൊസറല്ല ചീസ്. ഞാൻ രണ്ടും മിൽക്കി മിസ്റ്റിൻ്റെ, ഏതായാലും കുഴപ്പമില്ല, മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചീസ് ഇതിൽ കുറച്ച് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് തന്നെയാണ് നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് സവാള ഇതുപോലെ നീളത്തിലും അതുപോലെ ക്യൂബ്സ് ആയിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ പല കളേഴ്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കുക. പിന്നെ ചിക്കൻ വെച്ച് കൊടുത്തു. പിന്നെ ഒലീവ്സ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ ഒലീവ്സിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ മറ്റേതിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തു. ഇനി മുകളിലും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ പിസ്സ സോസ്, പിന്നെ ചീസ്, പിന്നെ നമുക്ക് ഈ ഒരു ക്യാപ്സിക്കവും വെജിറ്റബിൾസും അതുപോലെ ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ സ്വീറ്റ് കോണൊക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ലതാണ്. അതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചീസി ആയിട്ട് കിടക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചീസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒറിഗാനോ ഉണ്ടല്ലോ, ഈ ഒരു ഒറിഗാനോ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടും. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ ചിലർക്കൊക്കെ തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സ, അതായത് ഒരുപാട് കട്ടിയില്ലാത്ത കനയില്ലാത്ത ബേസിലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കനം കുറച്ചിട്ട് ബേസ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പിസ്സ ബേസ് ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട് പാത്രത്തിൽ. അപ്പോൾ അതിന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത്, നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല, ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നല്ല ചീസി ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ പിസ്സ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴത്തൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്